എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വീക്ക്ലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സാധാരണയായിട്ട് നമ്മൾ ശനിയാഴ്ച രാവിലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലേ. പക്ഷേ ഇന്നലെ അല്പം തിരക്കായതുകൊണ്ട് 2-3 ദിവസമായിട്ട് തിരക്കായതുകൊണ്ട് ശരിക്കും ഇന്നലെ വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ച അപ്ലോഡ് ചെയ്യേണ്ടി വന്നത്. സാറിന് ഓഫീസിൽ ഇരുന്നാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിലും ഇത് വേറൊരു സ്ഥലത്തിരുന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. എനിവേ എന്തായാലും ശനിയാഴ്ച ഇടാൻ സാധിച്ചില്ല എങ്കിലും ഞായറാഴ്ച വീഡിയോ ഇടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിന്റെ കണ്ടീഷനിലേക്ക് വരാം. കൂടുതൽ നമുക്ക് ബ്ലാ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പോയി സംസാരിക്കാം. അപ്പോൾ നമ്മുടെ വ്യൂ എന്നത് വളരെ വ്യക്തമാണ്. ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് ആഴ്ചകളായിട്ട് നമ്മുടെ വ്യൂ അല്ലേ. അതിന് മുന്നേ നമുക്കറിയാം നല്ല ബെയറിഷ് വ്യൂ വന്ന സമയത്ത് നമ്മളുടെ വ്യൂ നല്ല ബെയറിഷിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതകളുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഇനി എന്താവും മാർക്കറ്റിന്റെ അവസ്ഥ, അതായത് കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു മാർക്കറ്റിന്റെ അവസ്ഥ, അടുത്ത ആഴ്ച എങ്ങനെ വരാനുള്ള സാധ്യതകളാണ് എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും ഇത് സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് അറിയാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ വ്യൂ എന്തായിരുന്നു? ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നായിരുന്നു നമ്മൾ സംസാരിച്ചല്ലേ. അത് എങ്ങനെയാണ് സംസാരിച്ചത്? നമ്മൾ വെറുതെ എന്തെങ്കിലും പറയുകയാണോ? അല്ല, നമ്മൾ നേരെ വന്ന് മാർക്കറ്റിൽ വരുന്നു, ചാർട്ട് നോക്കുന്നു, അതിൽ പ്രൈസ് ആക്ഷൻ ചെക്ക് ചെയ്യുന്നു അല്ലേ. രണ്ടാമത് നമ്മൾ എന്ത് പോകുന്നു, ബാക്കിയുള്ള കുറേ ഡേറ്റകൾ നോക്കുന്നു, ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ നോക്കുന്നു. ഇതെല്ലാം കൂടി വെച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സംസാരിക്കുന്നത് അല്ലേ. ഒരിക്കലും ഇതൊരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല. ഇതൊരു പഠന ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നു. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്ത്, അതായത് വെള്ളിയാഴ്ച നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം നമ്മുടെ US മാർക്കറ്റ് ട്രേഡ് ചെയ്തു അല്ലേ. അപ്പോൾ US മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത്ര സുഖകരമല്ലാത്തൊരു രീതിയാണ് നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് നേരെ ഇവിടെ US മാർക്കറ്റിന്റെ കണ്ടീഷനിലേക്ക് വന്നാൽ നാസ്ഡാക്കിന്റെ ഒക്കെ ഒരു കറക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2.20% ഒരു കറക്ഷനാണ് അവിടെ വെള്ളിയാഴ്ച മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നേരെ നമുക്ക് ഡൗ ജോൺസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയും ഒരു 1.69% നല്ലൊരു കറക്ഷൻ അവിടെ നടന്നിരിക്കുന്നു. US മാർക്കറ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇപ്പോൾ നാസ്ഡാക്ക് ആയാലും അതുപോലെ തന്നെ ഡൗ ജോൺസ് ആയാലും ഏതായാലും ഒരു നല്ല എവർടൈം ഹൈയുടെ ഭാഗത്താണ് അവർ നിൽക്കുന്നത് അല്ലേ. നല്ലൊരു റാലി US മാർക്കറ്റിൽ സംഭവിച്ചു. അതിനുശേഷം മാർക്കറ്റിൽ നടക്കുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. പ്രോഫിറ്റ് ബുക്കിംഗ് എന്നാൽ തീർച്ചയായിട്ടും ന്യൂസ് സംബന്ധമായ എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബുക്കിംഗ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് US മാർക്കറ്റിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിന് കാരണങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ അത്ര പ്രധാനപ്പെട്ടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാം. പക്ഷേ എന്താണ്, മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പ്രാധാന്യം അതിന് അർഹിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ US ഇൻഫ്ലേഷന് സാധ്യത വർദ്ധിക്കുന്നു എന്ന പല ഡേറ്റകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ട്രംപിന്റെ താരിഫ് നയം. അപ്പോൾ ഇതുകൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇൻഫ്ലേഷന് സാധ്യത കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും കരുതിയിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഇതിനിടയ്ക്കാണ് വെള്ളിയാഴ്ച കൺസ്യൂമർ സെന്റിമെന്റ് ഇൻഡെക്സ് ഡേറ്റ വരികയുണ്ടായി. അപ്പോൾ അതിന്റെ ഒരു അവസ്ഥ എന്നാൽ 1 ഇയറിലെ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആളുകൾ അത് അല്പം പാനിക് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓൾറെഡി ഒരു എവർടൈം ഹൈയുടെ ഭാഗത്ത് നിൽക്കുകയും ചെയ്യുകയാണ്. അറിയാലോ, ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന മാർക്കറ്റ് അങ്ങ് നിൽക്കുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടായാൽ തന്നെയും നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് US മാർക്കറ്റിൽ കാണുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷേ US മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ മദർ മാർക്കറ്റ് ആണല്ലേ. US മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഏറെക്കുറെ അതുപോലെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റും ബിഹേവ് ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം US മാർക്കറ്റിലുള്ള ഈ കറക്ഷൻ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ഇവിടേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ക്ലോസിംഗ് എവിടെയായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിന്റെ ക്ലോസിംഗ് എന്നത് ഓൾറെഡി 22,800 താഴെ, അതായത് 22,795 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും 22,760 റേഞ്ചിലൊക്കെ ആണെങ്കിൽ ആവറേജ് ചെയ്തപ്പോൾ ഇത് 22,795 ഇങ്ങനെ വന്നാലും 800 താഴെ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നു. അതത്ര നല്ല രീതിയല്ല. കാരണം തുടർച്ചയായിട്ടുള്ള ഒരു മെഗാ സപ്പോർട്ടായിട്ട് നമുക്ക് 22,800 നിലകൊള്ളുകയായിരുന്നു. 22,800 എന്ന് പറയുന്നെങ്കിലും ശരിയാണ്, 750 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അവിടുന്ന് ഒരു ബൈയിങ് പ്രഷർ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ബൈയിങ് പ്രഷർ വന്നുകൊണ്ടിരുന്നത്? തീർച്ചയായിട്ടും FIS നമ്മളെ സഹായിക്കുന്നില്ല. FIS ഇവിടെ സെൽ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് അല്ലേ. അപ്പൊ ഈ ബൈയിങ് പ്രഷർ എവിടെ നിന്നാണ് വന്നത്? ഈ ബൈയിങ് പ്രഷർ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ DISന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു ബൈയിങ് ആണ് അല്ലേ. അപ്പൊ DISന്റെ ഭാഗത്ത് നിന്ന് ബൈയിങ് എന്ന് വെച്ചാൽ കൂടുതലും വരുന്നത് ശരിക്കും മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയാം കൂടുതൽ. കാരണം നല്ല രീതിയിലുള്ള SIPകൾ പമ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും അല്ലേ. നല്ല രീതിയിൽ തന്നെ പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും അവർ ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെയും ഒരു നെഗറ്റീവ് കാര്യം വന്നുകൊണ്ടിരുന്നു. എന്ത്? SIPയുടെ ആ ഒരു ആളുകൾ കൂടുതൽ SIP ചെയ്യുന്ന ഒരു രീതി അല്പം കുറഞ്ഞിരിക്കുന്നു കുറച്ച് നാളായിട്ട് എന്നൊരു റിപ്പോർട്ട് വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ എഗൻസ്റ്റായിട്ട് ബാധിക്കാം. കാരണം FIS ഇത്രയും സെല്ല് ചെയ്ത് അവരോട് വരുമ്പോഴും തുടർച്ചയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാളും അല്ലേ. നോക്കൂ,
മാർക്കറ്റ് ഇത്രയും കയറി ശേഷം ഇത്രയും വലിയ കറക്ഷൻ താഴേക്ക് വരുമ്പോൾ ഇത്രയും പോലെ ഇതൊന്നും പറയണ്ട, സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട ഒരു കറക്ഷനാണ്. അങ്ങനെ വരുമ്പോൾ പരമാവധി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, 22,800 മാർക്കറ്റ് ഇരിക്കുന്നത് അല്ലേ. ഈ FISന്റെ പഴയ രീതി അനുസരിച്ചാണ് FISനൊപ്പം നമ്മൾ DS നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും മാർക്കറ്റ് ഇപ്പോൾ ഒരു 21-20 വരേണ്ടതാണ്. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. മാർക്കറ്റ് ഇപ്പോഴും 22,800 സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് DSന്റെ ഒരു പവർ തന്നെയാണ്. പക്ഷേ ആ ഒരു SIP കുറയുന്നു എന്നത് എത്ര നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കും എന്നൊരു കൺഫ്യൂഷൻ അവിടെയുണ്ട്. ഇത് മാത്രമല്ല, US മാർക്കറ്റിലെ ഒരു കറക്ഷൻ എന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 175-200 പോയിന്റിന് അടുത്തുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ഓൾറെഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള അവസ്ഥ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് നിൽക്കുകയും ഗ്യാപ്പ് ഡൗണിലേക്ക് മാർക്കറ്റ് വീണ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു റേഞ്ച് നമുക്ക് നഷ്ടപ്പെട്ട് താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. തിങ്കളാഴ്ച മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ശക്തമായ റിക്കവറി വല്ലതും നടന്നു കഴിഞ്ഞാൽ ഓക്കെ. അതല്ല എങ്കിൽ ഇതേ രീതി കൺസോൾട്ടേറ്റ് ചെയ്യുകയോ വീണ്ടും ചെറിയൊരു സെല്ലിംഗ് പ്രഷറിലോട്ട് തന്നെ നീങ്ങുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അത്ര സുഖകരമായ രീതിയിലേക്കല്ല വന്ന് നിൽക്കുന്നത്. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു സപ്പോർട്ട് നമ്മൾ അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഏതാണ് 22,750-800 എന്ന സപ്പോർട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ അത് വീണ്ടും അത് റെസിസ്റ്റൻസ് ആയിട്ട് പോകും. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ താഴെയുള്ള ക്ലോസിംഗ് എന്നത് തീർച്ചയായിട്ടും ഇതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറാനുള്ള സാധ്യത കൂടും. തീർച്ചയായിട്ടും നമുക്ക് തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് തന്നെയാണ്. മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു, എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, എവിടെ ക്ലോസ് ചെയ്യുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഈ തിങ്കളാഴ്ച എന്ന് സാരം. അതുപോലെ തന്നെ നമ്മളുടെ ബുധനാഴ്ച നമ്മളുടെ മാർക്കറ്റ് അവധിയാണ് അല്ലേ. അപ്പോൾ ബുധനാഴ്ച മാർക്കറ്റ് അവധി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ ഒരു ഗുണകരമായിട്ട് അത് ഭവിക്കാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച. കാരണം ടൈം DK ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റിന്റെ ആ ഒരു സ്വഭാവം തീർച്ചയായിട്ടും വിക്സ് ഒക്കെ സ്പൈക്ക് ചെയ്യും, IB ഒക്കെ സ്പൈക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പൊസിഷൻ എടുത്തവർക്ക് M2 ലോസ് വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ അവിടെ വിജയിക്കാൻ അടുത്ത ആഴ്ച ഓപ്ഷൻ സെല്ലേഴ്സിന് സാധ്യത വളരെ കൂടുതലുള്ള ഒരാഴ്ചയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് വെള്ളിയാഴ്ച ഇന്ത്യയുടെ GDP റേറ്റ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രധാന ഇവന്റ് ആണ്. അതായത് ജൂലൈയിൽ സെപ്റ്റംബറിൽ ഇന്ത്യൻ GDP 7 പാദത്തിൽ ഏറ്റവും താഴ്ന്ന രീതിയിലായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5.4% രണ്ടാം പാദത്തിൽ രേഖപ്പെടുത്തിയ GDP എന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും GDP റേറ്റ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഇവന്റ് തന്നെയാണെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മാർക്കറ്റ് ഇപ്പോൾ ഒരു കറക്ഷൻ നടത്തുന്നു എന്ന് കരുതി അങ്ങ് താഴേക്കും കിടിഞ്ഞങ്ങ് പോകുന്നു എന്നല്ല. തീർച്ചയായിട്ടും അത് മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഭാവിയിൽ ഇത് മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് കയറി പോകുന്നു എനിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ നിലവിലുള്ള കറക്ഷൻ അതൊരു അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും ഇത് ബൈയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, സ്റ്റോക്കുകൾ വാങ്ങാനുള്ള റെക്കമെൻഡേഷനേ അല്ല. അത് പ്രത്യേകം ഓർക്കുക. ഭയക്കരുത്. വെറുതെ മാർക്കറ്റിന്റെ ഈ ഒരു കറക്ഷൻ എന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. നിരവധി തവണ നോക്കൂ, മാർക്കറ്റിൽ നിരവധി തവണ ഈ കറക്ഷൻ സംഭവിച്ചിട്ടുള്ളതാണ് എന്നത് പ്രത്യേകം ഓർക്കുക. മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരേ റേഞ്ച് ഇങ്ങനെ മുകളിലോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കണോ അല്ലെങ്കിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കണോ? അല്ല, മാർക്കറ്റ് ആ ഒരു രീതിയിലാണ്. മാർക്കറ്റിൽ മുകളിലേക്ക് പോയാലും ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു, ആളുകൾക്ക് അവസരം കൊടുക്കുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും ബുക്കിംഗ്. അങ്ങനെയാണ് മാർക്കറ്റ് ഗ്രാജുവലി സാവധാനം കയറി പോകുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് അല്ലേ. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, അല്പം എന്നെ ഒന്ന് വിഷമിപ്പിക്കുന്നത് ഇവിടെ ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. മാർക്കറ്റ് ഇപ്പോൾ ഇത്രയും കറക്റ്റ് ചെയ്തു അല്ലേ. ഏറെക്കുറെ എത്ര കറക്റ്റ് ചെയ്തിരിക്കുന്നു മാർക്കറ്റിൽ? ഏറെക്കുറെ നമ്മുടെ എവർ ടൈം ഹൈയിൽ നിന്നും മാർക്കറ്റ് ഓൾറെഡി ഒരു 13-14% കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു കറക്ഷൻ എന്നത് തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ളതാണ്, അത് പേടിക്കേണ്ട. പക്ഷേ വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നോക്കൂ, കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഇത് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മുന്നേ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നോക്കൂ, ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കാണുന്നുണ്ടോ? ഈ ഒരു ഏരിയയിൽ ഏത് കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 2023 ഡിസംബർ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലിംഗ് എന്നത് തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് തന്നെയാണ്. അത് ഫില്ല് ചെയ്യും. ഒരു ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഫില്ല് ചെയ്യും. അതിപ്പോൾ ഫില്ല് ചെയ്യണമെന്നില്ല. തീർച്ചയായിട്ടും അതവിടെ കിടക്കുന്നത് ചിലപ്പോൾ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ വല്ലതും ആ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കൊക്കെ വരും എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 20,200 ശരിക്കും റേഞ്ച്. നോക്കൂ, ആ ഫില്ലിംഗ് ഒക്കെ എന്ന് വെച്ചാൽ 20,300, 20,200 എന്ന റേഞ്ചുകളൊക്കെയാണ് അവിടെ. ഇപ്പം സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കത്തില്ല. എങ്കിലും നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രം, ഈ ഒരു ഗ്യാപ്പ് ഇവിടെ കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഒന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. അത് പെട്ടെന്നൊരു ദിവസം ഇനി വന്ന് ഫില്ല് ചെയ്യുമെന്നല്ല പറയുന്നത്. സാവകാശം വരാനുള്ള സാധ്യതകൾ ഉണ്ടാവാം ഒരു പക്ഷേ. മനസ്സിലായില്ലേ? ഗ്യാപ്പ് ഫില്ലിംഗ് സാധാരണ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയാൽ അത് മുകളിലായിക്കോട്ടെ താഴെ ആയിക്കോട്ടെ അത് ഫില്ല് ചെയ്യുക എന്നത് ഒരു അനിവാര്യമായിട്ട് നമ്മൾ മാർക്കറ്റിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മളുടെ മാർക്കറ്റിന്റെ കണ്ടീഷനിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായിരുന്നു സംസാരിച്ചിരുന്നത്? നമ്മളുടെ വ്യൂ എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച? ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ അല്ലേ. അപ്പോൾ എന്താണ് മാർക്കറ്റ് സംഭവിച്ചിരിക്കുന്നത്?
ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ. തുടർച്ചയായിട്ട് കഴിഞ്ഞ അങ്ങേ ആഴ്ച, അതിന് മുന്നത്തെ ആഴ്ച എല്ലാം നമ്മളുടെ വീഡിയോ നിങ്ങൾ പോയി നോക്കിയാൽ കാണാം. നമ്മളുടെ വ്യൂ എന്താണോ അതനുസരിച്ച് തന്നെ മാർക്കറ്റ് പോകുന്നു. വെറുതെ പറയുകയല്ല, പ്രൈസ് ആക്ഷൻ വെച്ചും മാർക്കറ്റിന്റെ ഡേറ്റകൾ വെച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെ ഇവിടെ റെസ്പെക്ട് ചെയ്ത് തന്നെ പോകുന്നു എന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഇത് വെച്ച് ട്രേഡ് ചെയ്യുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രോഫിറ്റിൽ വരാൻ സാധിക്കും അല്ലേ. തീർച്ചയായിട്ടും അഗ്രസീവായിട്ടുള്ള ട്രേഡിന് പോകേണ്ട കാര്യമില്ല. വളരെ സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇത് തന്നെയാണ് ഞങ്ങളുടെ കോഴ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു കൊച്ചുകുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെയാണ് ഞങ്ങളുടെ കോഴ്സിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോഴ്സാണ്. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇത് കൈവച്ചിരിക്കാവുന്നതാണ്. സമയമനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്കിത് കാണാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരെ വന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ ആ ഒരു ബോക്സ്, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ഒരു ബോക്സ് നമുക്ക് ഇനി എടുക്കാം. ഓക്കെ, ഞാൻ എവിടെയായിരുന്നു വരച്ചിരുന്നത്? ഈ ഒരു റേഞ്ച് ആയിരുന്നു കുറച്ച് ആഴ്ചകളായിട്ട് നിങ്ങളെ കാണിക്കുന്നത്. കാണുന്നുണ്ടോ ഈ ഒരു റേഞ്ച്? അപ്പോൾ ഈ റേഞ്ച് എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഒരു പ്രധാനപ്പെട്ട പ്രൈസ് സോണാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ പ്രധാനപ്പെട്ട പ്രൈസ് സോണെന്ന് കുറേ ആഴ്ചകളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഈ പ്രധാനപ്പെട്ട പ്രൈസ് സോണിനകത്താണ് നിഫ്റ്റി. കുറച്ച് നാൾ മുന്നേ ഈ പ്രൈസ് സോണിൽ കിടന്ന് വെറുതെ കൺസോൾട്ടേറ്റ് ചെയ്ത് കളിച്ചു. അത് ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷനാണ്. പക്ഷേ ഇവിടെ ബ്രേക്ക് ചെയ്തത് ബുള്ളിഷ് നമ്മളെ കാണിച്ചു. ബുള്ളിഷ് കാണിച്ചുവെങ്കിലും പറഞ്ഞിരുന്നു ഇത് ബുള്ളിഷിന്റെ സാധ്യതയല്ല കാണിക്കുന്നത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ വ്യൂ കറക്റ്റ് ആയിരുന്നു. അവിടെ നിന്ന് വീണ്ടും കറക്റ്റ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു ഈ ആഴ്ചകളെല്ലാം അല്ലേ. അതിനുശേഷം വീണ്ടും എവിടേക്ക് വന്ന് തിരികെ വീണിരിക്കുന്നു. ഇതേ പ്രൈസ് സോണിൽ തന്നെ മാർക്കറ്റ് വന്ന് വീണിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എവിടെയായിരുന്നു മാർക്കറ്റ്? ഈ ക്യാൻഡിലായിരുന്നു. അത് ഫ്രൈഡേ കണ്ടില്ലേ, 14-ാം തീയതി ഫ്രൈഡേ ഈ ക്യാൻഡിൽ ഫോം ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പ്രധാനപ്പെട്ട ഈ ഒരു റേഞ്ചിന്റെ സപ്പോർട്ട് നമ്മൾ പറഞ്ഞു പ്രൈസ് സോണിനകത്തുള്ള മാർക്കറ്റാണ്. ഇപ്പോഴും മാർക്കറ്റ് ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന രീതിയിൽ തന്നെയാണ് നമ്മളുടെ ഈ ആഴ്ചയിലെ വ്യൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഇവിടെ ബിഹേവ് ചെയ്തിട്ടുള്ളത്. തുടർച്ചയായിട്ട് മാർക്കറ്റ് എങ്ങും പോയിട്ടില്ല. ഒരല്പം ബുള്ളിഷിലേക്ക് വന്നു, വീണ്ടും അല്പം ഒന്ന് ഒരു ഡോജി ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും താഴേക്ക് വരുന്നു, എങ്ങും പോകുന്നില്ല, അവിടെ തന്നെ നിർത്തുക. അതായത് മുകളിലേക്ക് മാർക്കറ്റ് പോയാൽ FIS സെല്ല് ചെയ്ത് താഴെ ഇടും. താഴേക്ക് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ടുള്ള 22, 750, 800 ആ റേഞ്ചിനടുത്തൊക്കെ വെച്ച് ഓൾറെഡി DISന്റെ ശക്തമായ ബൈയിങ് മേളോട്ട് വരുന്നു. മാർക്കറ്റിനെ എങ്ങോട്ടും പോകാതെ BSഉം ബുൾസും തമ്മിലുള്ള ഒരു നല്ല ഫൈറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ മാർക്കറ്റിൽ നിലവിൽ ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ അവസ്ഥയാണ്. പക്ഷെ നമ്മളെ വിഷമിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ബെയറിഷിന് അല്പം മുന്നോക്കം കൊടുത്തുകൊണ്ട് 22,800 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു എന്നത് അത്ര സുഖകരമായിട്ടുള്ള രീതിയല്ല. അപ്പോൾ മാർക്കറ്റിന്റെ ഓവറോൾ ഡേറ്റ നോക്കിയാലും നമുക്കറിയാം മാർക്കറ്റിൽ ഒരു ബെയറിഷ് രീതിയിലേക്ക് മാർക്കറ്റ് പോകുന്നതിന് ചില സൂചനകൾ കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ US മാർക്കറ്റിന്റെ ക്രാഷ്, നമ്മുടെ നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 174, 175 ആ റേഞ്ചിലുള്ള ഗ്യാപ്പ് ഡൗൺ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രൈസ് സോൺ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. അപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, എവിടെ ക്ലോസ് ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം അതാണ്. തീർച്ചയായിട്ടും തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റായിട്ട് മാറുന്നതിന് കാരണം പ്രധാനപ്പെട്ട റേഞ്ചുകൾ നഷ്ടപ്പെടാൻ പോവുകയാണോ അതോ അവിടെ നിന്നും ശക്തമായി റിക്കവർ ചെയ്യുമോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും തിങ്കളാഴ്ച നോക്കിയാൽ കാണുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം ഈ ഒരു റേഞ്ച് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രൈസ് സോൺ എന്നത് ഈ ഒരു സോണിനകത്ത് കിടക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാൻ നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 22,800 എന്ന ആ ഒരു റേഞ്ച് അത് നഷ്ടപ്പെടുമോ എന്ന് തീർച്ചയായിട്ടും ഓൾറെഡി ബ്രേക്ക് ചെയ്ത് താഴെ വന്നു എങ്കിലും വീണ്ടും റിക്കവറി ചെയ്ത് കയറാൻ സാധ്യതയുണ്ടോ തിങ്കളാഴ്ച വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാൻ, ഞാൻ ആ ബോക്സ് അങ്ങ് നീക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഒന്ന് വരച്ചു നോക്കാം. നമ്മൾ ചാനൽ വരച്ചു കഴിഞ്ഞാൽ നോക്കൂ, നേരത്തെ നമ്മൾ വരച്ചിരുന്ന അതേ കാര്യങ്ങൾ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണ്. പക്ഷേ ചില കാര്യങ്ങളൊന്ന് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇവിടേക്ക് വരുമ്പോൾ നോക്കൂ, ഈ ഒരു റേഞ്ച് ആയിരുന്നു നമ്മൾ വരച്ചത് അല്ലേ. ഇതായിരുന്നു ഒരു ഷോർട്ട് ടൈമിലുള്ള പ്രൈസിന്റെ റേഞ്ച് നമ്മൾ വരച്ചത്. അപ്പോൾ മാർക്കറ്റ് ഈ റേഞ്ചിലേക്ക് വന്ന ശേഷം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ തന്നെയാണ്. ഇനി മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പരമാവധി ഒരു വലിയ വിഷയത്തിലോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെയും 22,300 എന്ന റേഞ്ച് ഒരു പ്രധാനപ്പെട്ട റേഞ്ചായിട്ട് ഷോർട്ട് ടൈമിലായാലും നിൽക്കുന്നുണ്ട് അല്ലേ. ശരിക്കും നമ്മൾ 300 എന്ന് പറയുന്നെങ്കിലും ശരിക്കുള്ള സപ്പോർട്ട് എവിടെയാണ് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. മുന്നോട്ടെങ്കിലും ഒന്ന് പറയുകയാണ് 22,500 എന്നൊരു പ്രധാന സപ്പോർട്ട് ഏരിയ തന്നെയാണ്. 22,500 എന്ന സപ്പോർട്ട് ഏരിയയാണ്. പക്ഷേ തുടർച്ചയായിട്ട് 22,800 ടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിരവധി തവണയാണ് ഈ 22,800 മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇവിടെ 1, 2 ഇവിടേക്ക് വന്നാൽ 3, 4, 5, 6, 7 നിരവധി തവണ ഇവിടെ സപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പൊ ഇത്രയും വലിയൊരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ബ്രേക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല 22,500 തന്നെ മാർക്കറ്റ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 22,300, 22,000 എന്ന ഒരു റേഞ്ച് എടുത്തങ്ങ് പറയാൻ കാരണം അതാണ്. കാരണം ഇത്രയും ഒരു മെഗാ സപ്പോർട്ട് പൊട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ആ ഒരു കറക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ 22,000 നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം. 22,000 എന്നത് ഒരു പ്രധാന റേഞ്ചായിട്ട് എടുക്കുവാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തൽക്കാലം ഇതും ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇതൊന്ന് ഓടിച്ചിട്ട് പറയുന്നത് മാത്രം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ചാനൽ നമുക്കൊന്ന് എടുത്തു നോക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ചാനൽ വരച്ചിരുന്നു. അതെ, എങ്ങനെയായിരുന്നു അത്? നേരെ ഇങ്ങോട്ട് വന്ന ശേഷം
ഈ ഒരു റേഞ്ചിനെ എല്ലാം കൂടി ടച്ച് ചെയ്തുകൊണ്ട് കാണുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു ഭാഗം മുഴുവൻ ടച്ച് ചെയ്തുകൊണ്ട്, അതായത് ഹൈ മൊത്തം നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് നേരെ താഴേക്ക്, ക്ഷമിക്കുക, ഓക്കെ, നേരെ താഴേക്ക് ഒരു ഷോർട്ട് ടൈം രീതി നമ്മളിവിടെ വരച്ചു. കാണുന്നുണ്ടോ? ഈ ഒരു ഷോർട്ട് ടൈം രീതി വരച്ചു. അപ്പോൾ അത് വരച്ച ശേഷം എന്താ സംഭവിച്ചത്? തീർച്ചയായിട്ടും മാർക്കറ്റ് ആ റേഞ്ചിലോട്ടൊന്നും പോയിട്ടില്ല. ഓൾറെഡി മേളേക്ക് പോയി റീടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴേക്ക് വരുന്ന ഒരു മാർക്കറ്റിനെ കാണാൻ സാധിച്ചത്. ഞാൻ ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ റീടെസ്റ്റ് ചെയ്തു, അതിന് താഴേക്ക് വരുന്ന മാർക്കറ്റിനെ കാണാൻ സാധിച്ചത്. മാർക്കറ്റിൽ ആ ഒരു ബെയറിഷ് രീതി നിലനിൽക്കുന്നുവെന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടല്ലേ? പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഇതിനെ ഒന്ന് വലുതാക്കി എന്നാൽ കുറച്ചുകൂടെ വലിയ ഒരു റേഞ്ചിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്ന അവസ്ഥ വെച്ച് നമുക്ക് മനസ്സിലാക്കണ്ടേ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ കാണിച്ചതാണ്. ഈ റേഞ്ചിലേക്ക് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമ്മൾ സംസാരിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച അല്ലേ? അത് വ്യക്തമായിട്ട് കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് പറഞ്ഞിരുന്നത്? കണ്ടില്ലേ? 22,500 എന്നൊരു ഇമ്പോർട്ടൻറ്റ് റേഞ്ച് തന്നെയാണ്. 22,500 നിന്ന് സപ്പോർട്ട് എടുക്കുമെന്ന് തീർച്ചയായിട്ടും നോക്കുക. പക്ഷേ ഇത്രയും നാൾ ഈ ഒരു റേഞ്ച് പ്രധാന സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് 22,500 എന്നത് എനിക്ക് വിശ്വാസമില്ല. അതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാം. 22,500 നോക്കാം, അതുപോലെ തന്നെ 22,300, 22,000 ഈ റേഞ്ചുകളെല്ലാം വളരെ പ്രധാനപ്പെട്ട റേഞ്ചായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഓടിച്ചിട്ട് വരച്ചു എന്ന് മാത്രം. നോക്കൂ, നമുക്ക് ഈ ഒരു ഇലക്ഷൻ കാലഘട്ടത്തിലെ ലോ ആണ് ശരിക്കും വെക്കേണ്ടത്. നോക്കൂ, ഇങ്ങനെ വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആ റേഞ്ച് തന്നെയാണ് അല്ലേ? 22,500 എന്ന കറക്റ്റ് ആയിട്ടുള്ള ആ റേഞ്ചിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കഥയാണ് അല്ലേ? അപ്പോൾ ഞാൻ ഇതങ്ങ് മാറ്റുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. കാരണം മാർക്കറ്റ് എങ്ങും പോയിട്ടില്ല, കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നേരെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ചാനൽ നമുക്കൊന്ന് വരച്ചു നോക്കാം. അത് ഏത് കാലഘട്ടത്തിലെയാണ്? കോവിഡ് കാലഘട്ടത്തിലെ. അതായത് കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം മാർക്കറ്റൊക്കെ ഇടിഞ്ഞ് താഴേക്ക് വന്നു. 2020 കാലഘട്ടം കാണുന്നില്ലേ? അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ മാർക്കറ്റിന്റെ കണ്ടീഷൻ വെച്ച് നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് അതിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു നോക്കാം. കണ്ടില്ലേ? കോവിഡ് കാലഘട്ടം മുതൽ നമുക്ക് നോക്കാം എവിടെയൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് വരയ്ക്കാൻ സാധിക്കുമെന്ന്. ഈ ഒരു നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ലോ കാണുന്നുണ്ടോ? ഈ ലോ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ശരിക്കും ബാക്കിയുള്ളത് വേണമെങ്കിൽ മുകളിലേക്ക് വരയ്ക്കാം. നമ്മളത് വരയ്ക്കുന്നില്ല. പരമാവധി സപ്പോർട്ട് കിട്ടുന്ന ഒരു റേഞ്ച് മാത്രമാണ് നോക്കുന്നത്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? നമുക്ക് നോക്കാം. നോക്കൂ, ഒരു പ്രധാനപ്പെട്ട റേഞ്ചിലാണ് മാർക്കറ്റ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കുവാണ്. നമ്മുടെ വരയൊക്കെ കറക്റ്റ് ആണോ നോക്കാം. അതെ, ഈ സപ്പോർട്ട് കറക്റ്റാണ്. നേരെ ഇങ്ങോട്ട് കോവിഡ് കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. അതും കറക്റ്റാണ് അല്ലേ? വളരെ കറക്റ്റായിട്ടാണ് ആ ലൈൻ വരച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ഒരു റേഞ്ചിൽ നിന്നുള്ള ഒരു ലോങ് സപ്പോർട്ടിന്റെ ഏരിയയിലാണ് ശരിക്കും. നോക്കൂ, നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഒരു ലോങ് സപ്പോർട്ട് ഏരിയയിലാണെന്ന് കാണാൻ സാധിക്കും. പക്ഷേ 800 എന്നതായിരുന്നു ശരിക്കും ആ ലോങ് സപ്പോർട്ട് അല്ലേ? അതിനെ ബ്രേക്ക് ചെയ്ത് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. കാണുന്നുണ്ടോ? അതായത് തുടർച്ചയായിട്ടുള്ള ക്യാൻഡിലിന്റെ ആ ഒരു രീതി എടുത്താൽ തന്നെയും അത്രയും ക്യാൻഡിൽ 1, 2, 3, 4, 5 തുടർച്ചയായിട്ടുള്ള ക്യാൻഡിലുകളെ പോലും അതിന് താഴെ വന്ന് ക്ലോസ് ചെയ്തു. നമ്മുടെ ലോങ് ട്രെൻഡ് ലൈനെയും ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. ഇനി തിങ്കളാഴ്ച ഒരു ഗ്യാപ് ഡൗൺ വന്നാലോ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഗ്യാപ് ഡൗൺ വന്നാൽ തന്നെയും മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോയി റീടെസ്റ്റ് ചെയ്യുക എന്നത് എവിടെയാണ്? മാർക്കറ്റ് താഴേക്ക് വന്നു എന്നൊന്ന് കരുതുക. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. മാർക്കറ്റ് ഇനി താഴേക്ക് ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്താൽ തന്നെയും മാർക്കറ്റ് തീർച്ചയായിട്ടും ഇനി ഒരു റിക്കവർ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് നടത്തുകയാണെങ്കിൽ തന്നെ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 22,800 എന്നത് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് അങ്ങ് മാറുകയാണ് പിന്നെ ചെയ്യുന്നത്. കാണുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ പോയാലും ആ റേഞ്ചിലേക്ക് പോയി പിന്നെ റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് വീഴുകയാണോ അതോ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുവാണോ എന്ന് തീർച്ചയായിട്ടും നോക്കാം. പക്ഷേ മാർക്കറ്റിൽ ഒരു ലോങ് ടൈമിലുള്ള റേഞ്ച് ആണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വിഷമിപ്പിക്കുന്നതും. കാരണം കോവിഡ് കാലഘട്ടത്തിലെ ട്രെൻഡ് ലൈനാണ്. പല ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ബ്രേക്കിന്റെ കാര്യം സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഈ ഒരു ലൈൻ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുൻ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. നോക്കൂ, നമുക്ക് വലിയ വലിയ ക്രാഷുകളെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമുക്ക് കാണാം. നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ നോക്കൂ, കോവിഡ് കാലഘട്ടത്തിൽ അത്രയും വലിയൊരു ക്രാഷാണ് ഉണ്ടായത്. മാർക്കറ്റ് ശക്തമായി തകർന്ന് വീഴുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ മാർക്കറ്റ് ഉണ്ടോ എന്ന് പോലും തോന്നിക്കുന്ന രീതിയിലുള്ള ക്രാഷാണ്. അതിനുശേഷം ശക്തമായ രീതിയിൽ മുകളിലേക്ക് പോയി. എവിടുന്ന്? നമ്മുടെ ഈ ലൈനിൽ നിന്ന് മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം വലിയ വലിയ കറക്ഷനുകളെ താഴേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു? ഈ ലൈൻ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ? ഇത്രയും വലിയ കറക്ഷൻ എന്നുണ്ടായിരുന്നു? തീർച്ചയായിട്ടും എത്ര ശതമാനമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സമയത്തുണ്ടായിരുന്ന കറക്ഷൻ എന്നത് അതെ ഏറെക്കുറെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കറക്ഷൻ ഒരു 11 ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് 11%. നമ്മളുടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കറക്ഷൻ ഏറെക്കുറെ അതും ഒരു 12-13% അപ്പോൾ ഇങ്ങനെയുള്ള കറക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ട് ഏരിയ പലപ്പോഴും അതിനുശേഷം നോക്കും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ശക്തമായി കയറി അല്ലേ? വീണ്ടും മാർക്കറ്റ്
ഏത് റേഞ്ചിലേക്കാണ് പോയിക്കുന്നത്, എവിടേക്കോ പോയി അതിശക്തമായിട്ടുള്ള മൂവ്മെന്റിലൂടെ മുകളിലേക്ക് പോകുന്നു. വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്ന് അതേ റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നു. വീണ്ടും തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് സപ്പോർട്ടാണ്, രണ്ടാമത്തെ സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് നിലനിൽക്കുമ്പോൾ അവിടെ കൺസോളിഡേറ്റീവ് ഇത് ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ടുള്ള ദിവസം വാച്ച് ചെയ്യുക തന്നെ ചെയ്യണം. മാർക്കറ്റിൽ ആ ബെയറിഷ് രീതി നിലനിൽക്കുന്നു എന്നത് തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് അതിനുള്ള റേഞ്ചുകളുണ്ട്. ആ റേഞ്ചുകളൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ശക്തമായ മൊമെന്റത്തിൽ മുകളിലേക്ക് പോകണം, അല്ലേ? ഇനി മാർക്കറ്റ് ഒരു ബുള്ളിഷ് രീതിയിലേക്ക് പോകുന്നു എന്ന് ഞാൻ കരുതുന്നത് എപ്പോഴാണ്? നോക്കൂ, നമ്മളൊരു ഷോർട്ട് ടൈം എടുത്തിട്ടുണ്ട്, ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ വരച്ചല്ലേ. അപ്പോൾ മാർക്കറ്റിൽ ആ ഒരു ബെയറിഷ് രീതി അല്പം കുറയുന്നു എന്ന് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും ഈ 200 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത്, അതായത് 23,600 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയും, മനസ്സിലായില്ലേ? അതിശക്തമായ മൊമെന്റത്തിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ച്, അതായത് 23,800 എന്ന റേഞ്ച് ശക്തമായി ബ്രേക്ക് ചെയ്ത് മൊമെന്റത്തിൽ മുകളിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആ ഒരു ബുള്ളിഷ് രീതിക്ക് തിരികെ വരുന്നു എന്ന ഒരു തോന്നൽ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്നു. അതിനുശേഷം മാർക്കറ്റിൽ നമുക്ക് ബുള്ളിഷിനെ കുറിച്ച് ചിന്തിക്കാം. അതല്ല, നിലവിൽ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയെ തീർച്ചയായിട്ടും നമുക്ക് ബെയറിഷ് രീതി തന്നെ കണ്ടിന്യൂ ചെയ്തു തന്നെ പോകേണ്ടിയിരിക്കുന്നു. മാർക്കറ്റിന് ഇനി ബുള്ളിഷിലേക്ക് ഞാൻ കാണുന്നത് ഈ ഒരു റേഞ്ചാണ്. ഷോർട്ട് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ 23,600 എന്ന റേഞ്ചും, പിന്നീട് ശരിക്കും പ്രധാന റേഞ്ച് ചെയ്യുന്നത് 23,800 എന്ന റേഞ്ച് ശക്തമായ മൊമെന്റത്തിൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു ബുള്ളിഷിലേക്ക് ശക്തമായ ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്നൊക്കെ ഞാൻ കരുതുന്നുള്ളൂ. അല്ലെങ്കിൽ നിലവിലുള്ള അവസ്ഥയെ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ആ ഒരു ബെയറിഷ് തന്നെ തുടരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി മുകളിലേക്ക് ശക്തമായ ഒരു ഷോർട്ട് കവറിംഗ് ഉണ്ടായാൽ തന്നെയും FISന്റെ സെല്ലിങ് നമുക്ക് അഗൻസ്റ്റായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ FISന്റെ ബൈയിങ് എന്നാണോ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, ശക്തമായ അവർ തിരികെ വന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ബുള്ളിഷിലേക്കൊക്കെ മാർക്കറ്റ് നീങ്ങുമെന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ കരുതുന്നത്. ഇതെൻ്റെ വ്യൂ മാത്രമാണ്. തീർച്ചയായിട്ടും ഇതൊരു പഠനാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് ഒരിക്കലും പറയുന്നില്ല. ഇത് പഠനാവശ്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിലേക്ക് നമുക്കൊന്ന് വരാം. വീക്കിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് അത്ര രസകരമായ കാര്യമാണോ അവിടെ കാണുവാൻ സാധിക്കുന്നത്? അല്ല. നോക്കൂ, എന്താണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്? നല്ലൊരു ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ മുകളിലേക്ക് മാർക്കറ്റ് പോകാൻ ശ്രമിച്ചുവെങ്കിലും അവിടെ നിന്നും 23,100 ആ റേഞ്ചിൽ നിന്ന് ശക്തമായ സെല്ലിംഗ് പ്രഷറിൽ മാർക്കറ്റ് താഴേക്ക് വരുന്നതായിട്ടുള്ള ക്യാൻഡിൽ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലൊരു ക്യാൻഡിൽ അല്ല വന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും കഴിഞ്ഞ ആഴ്ച. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വരുമ്പോഴും നോക്കൂ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിക്കുമ്പോൾ എവിടെയായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇതായിരുന്നു, അതായത് ഫ്രൈഡേ അല്ലേ? ഈ ഒരു ക്യാൻഡിലിന്റെ ഭാഗത്തായിരുന്നു. ഈ ക്യാൻഡിലിന് ശേഷം ബാങ്ക് നിഫ്റ്റി വലിയ ഷോർട്ട് കവറിംഗ് ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ ആ ഷോർട്ട് കവറിംഗ് നടത്തിയെങ്കിലും നമ്മൾ എന്താണ് സംസാരിച്ചത്? അതും ബാങ്ക് നിഫ്റ്റിയും ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു അല്ലേ? ആ ബെയറിഷ് നിൽക്കുന്ന രീതി തന്നെയായിരുന്നു. നോക്കൂ, മാർക്കറ്റിംഗും പോയിട്ടില്ല, അവിടെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാന റേഞ്ച് നമ്മൾ സംസാരിച്ചത് പ്രധാനപ്പെട്ട പ്രൈസ് സോൺ എന്നത് ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രൈസ് സോൺ എന്നത് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത് മാർക്കറ്റ് നല്ലൊരു കൺസോൾട്ടേഷൻ ആണ്. പക്ഷേ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഇതിന്റെ ലോങ് ടൈമിലുള്ള ട്രെൻഡ് ലൈൻ ഇവിടെയും അത് ബ്രേക്ക് ചെയ്തു. നേരത്തെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറഞ്ഞാൽ ഓൾറെഡി ബ്രേക്ക് ചെയ്തു. പക്ഷേ നിഫ്റ്റി ഇപ്പോൾ ബ്രേക്കിംഗ് ചെയ്യുന്നതിന്റെ ഏറെക്കുറെ അടുത്ത് വന്ന് നിൽക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയ രീതി സ്ലൈറ്റ്ലി ബ്രേക്ക് ചെയ്തു എന്ന് പറയുകയും ചെയ്യും. അതത്ര സുഖകരമായിട്ടുള്ള രീതിയല്ല. മാർക്കറ്റിൽ ഇവിടെ ആ ഒരു ബെയറിഷ് രീതി നിലനിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ കണ്ടില്ലേ, ഇത് ബ്രേക്ക് ചെയ്ത് ശക്തമായി പോവുകയും അതിനുശേഷം നമ്മൾ മുകളിൽ വരച്ചിരിക്കുന്ന ഈ ഒരു പ്രൈസ് സോണിന്റെ റേഞ്ച് ബ്രേക്ക് ചെയ്ത് ശക്തമായ മൊമെന്റത്തിൽ മുകളിൽ പോയാൽ മാത്രമേ ഉള്ളൂ ഞാനൊന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്നൊക്കെ കരുതത്തുള്ളൂ. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട റേഞ്ചുകളാണ് ഈ വരച്ചിരിക്കുന്നത്. താഴത്തെ മുകളത്തെ ഈ പ്രൈസ് സോണിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. മാർക്കറ്റ് ഇതിന് താഴെ പോകുന്നു അതോ ഇതിന് മുകളിൽ പോകുന്നു എന്ന് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാവുന്നതാണ്. ഇന്ത്യ വിക്സിന്റെ കേസിലേക്ക് വന്നാൽ ഇന്ത്യ വിക്സ് ഒരു അല്പം താഴേക്ക് വന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ ഏറെക്കുറെ വിക്സിന്റെ ഒരു സ്പൈക്ക് കാണാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. നമ്മൾ നേരെ മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ USD INRലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ് വളരെയധികം ഇടിവ് രേഖപ്പെടുത്തി അല്ലേ? അതായത് 87-88 രൂപയ്ക്ക് അടുത്തേക്കൊക്കെ മാർക്കറ്റ് പോയി. അപ്പോൾ അതിനുശേഷം മാർക്കറ്റിന്റെ നിലവിലുള്ള അവസ്ഥ 86-59, 86-60 എന്ന റേഞ്ചിൽ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ മുകളിലേക്ക് പോയ ശേഷം ഒന്ന് തിരികെ വരാൻ ശ്രമിച്ചുവെങ്കിലും വീണ്ടും അവിടെ തന്നെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും USD INRലും സംഭവിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ FIS ഒക്കെ തിരിച്ചു വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് അല്പം സ്ട്രോങ് ആവുക എന്ന് തന്നെയാണ്. അത് സ്ട്രോങ്ങിലേക്ക് വരുമെന്ന് നമുക്ക് കരുതാം. പിന്നെ US മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് USന്റെ 10-year ഗവൺമെന്റ് ബോണ്ട് ഈൽഡ് ഒക്കെ അല്പം ഒന്ന് താഴ്ന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതും ഒരു പോസിറ്റീവ് കാര്യമാണ്. കാര്യങ്ങൾ നോക്കുമ്പോൾ അല്പം പോസിറ്റീവ് US മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. ഡോളർ ഇൻഡെക്സ് ഒക്കെ ശക്തി പ്രാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ USന്റെ ഗവൺമെന്റ് ബോണ്ട് ഈൽഡ് ഒക്കെ അല്പം കുറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ US മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതൊക്കെ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ വലിയ സംഭവമായിട്ട് അതെനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ ഡേറ്റകൾ കാണിക്കുന്നത് US മാർക്കറ്റ് സ്ട്രോങ് തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഓൾറെഡി എവർടൈം ഹൈയിൽ നിന്നതുകൊണ്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് നമുക്ക് ഏറെക്കുറെ അതിനെ എടുക്കാം, ഇതുവരെയുള്ള ഒരു സെല്ലിങ്ങിനെ. ഇവിടെ നമ്മൾ ഗോൾഡിന്റെ കേസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നോക്കൂ, ശരിക്കും ഇന്ത്യയുടെ ഇക്വിറ്റി ഡിവിഷനിലൊക്കെ നല്ലൊരു സെല്ലിംഗ് വരുന്നുണ്ട് എന്ന ആളുകൾക്കൊരു തോന്നലാണ് ഇവിടെ നല്ല രീതിയിലുള്ള ഗോൾഡ് ബൈയിങ്ങിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത് കാര്യങ്ങൾ. കാരണം ആളുകൾ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡിനെ ഇവിടെ കാണുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇക്വിറ്റീസിൽ നിന്നൊക്കെ ആളുകൾ മാറി കുറച്ച് സുരക്ഷിതമായിട്ടുള്ള ഇൻവെസ്റ്റിലേക്ക് മാറുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നമുക്കിനി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരാം. ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, കഴിഞ്ഞ ദിവസത്തെ രീതികൾ എടുത്തു നോക്കിയാൽ തന്നെ പുട്ട് സെല്ലേഴ്സിന്റെ ഒക്കെ ഒരു അൺവൈൻഡിങ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. കോൾ സെല്ലേഴ്സ് നല്ല രീതിയിൽ കയറുന്നതായിട്ടും കാണുവാൻ സാധിക്കും. ഇവിടേക്ക് ഓവറോൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം, പ്രത്യേകിച്ചുള്ള ആ 22,800 എന്ന ആ ഒരു സപ്പോർട്ട് എത്രമാത്രമാണ് താഴേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. കാരണം ആ ഒരു സപ്പോർട്ടിന്റെ ഒരു പവർ നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ എവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് എവിടെയാണ് പറഞ്ഞിരുന്നത്? 22,500 ആണല്ലേ. അപ്പോൾ 22,500 മാത്രമാണ് ശരിക്കും പുട്ട് ബിൽഡപ്പ് ഉള്ളത് അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി അതിന് താഴേക്ക് വന്നാലോ ആളുകൾ വിശ്വസിക്കുന്നത് 22,300 ആണെന്ന് കാണാൻ സാധിക്കും. അതായത് 22,500 22,300 എന്നത് പ്രധാന റേഞ്ച് ആകുന്നു എന്ന് ഞാൻ പറയാനുള്ള മറ്റൊരു കാരണം കൂടി ഇതുകൂടിയാണ് എന്ന് നോക്കുക. അതുപോലെ തന്നെ 23,000 എന്നതൊരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ മാർക്കറ്റിന്റെ ശക്തമായ ഗ്യാപ് ഡൗണും അതിനുശേഷം താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ 22,800 എന്നത് എന്ന പ്രധാനപ്പെട്ട മുൻ കാലഘട്ടത്തിലെ പ്രധാന സപ്പോർട്ട്, മെഗാ സപ്പോർട്ട് ഒരു നല്ല റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ മാറാനും സാധ്യത ഏറെയാണെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ PCR ഒക്കെ 0.7 നിൽക്കുന്നത് എന്നും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു ബെയറിഷ് രീതി കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് FISന്റെ ഡേറ്റയിലേക്ക് വരാം. ആദ്യം നമുക്ക് ക്യാഷ് മാർക്കറ്റിലേക്ക് വരാം. ക്യാഷ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് കാണുവാൻ സാധിക്കുന്നത്? നോക്കിയേ, യാതൊരു മാറ്റവുമില്ല. നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് FISന്റെ ഭാഗത്തു നിന്നുള്ളത്. 3,449 കോടിക്കാണ് വെള്ളിയാഴ്ച തന്നെ അവർ സെല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയിലും അവർ 3,000, 4,000 വെച്ച് ഇങ്ങനെ സെല്ല് ചെയ്യാണ്. ഇവിടെ ഒരു ബൈ കിടപ്പുണ്ടല്ലേ. ഈ ബൈയുടെ കാര്യത്തിൽ നമുക്കൊരു ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ നൽകുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട്. ജോയിൻ ചെയ്യാത്തവർ വീഡിയോയുടെ താഴെ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ സംസാരിച്ചിരുന്നു എന്താണ് 4,787 കോടിക്കുള്ള ഈ ബൈ നിങ്ങൾ വിശ്വസിക്കരുത്, ഇതൊരു ബ്ലോക്ക് ഡീല് മാത്രമായിരുന്നു എന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിനെ വിശ്വസിക്കരുത്, ഒരു ബ്ലോക്ക് ഡീല് മാത്രമായിരുന്നു. ശരിക്കും ആ ഒരു ദിവസം ഏറെക്കുറെ ഒരു സെല്ലിംഗ് രീതി തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് FISന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അവസ്ഥ. പക്ഷേ നോക്കൂ, DIs നമുക്ക് പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ SIPയുടെ ഒക്കെ ഒരു രീതി അല്പം കുറയുന്നത്. എത്ര നാൾ ഈ സപ്പോർട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് വിശ്വസിക്കാനും സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. FISന്റെ തിരിച്ചുവരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി നമ്മൾ ഇൻഡെക്സ് ഓപ്ഷനിൽ എന്താണ് FIS ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇൻഡെക്സ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ അവർ ബൈ ചെയ്തിരിക്കുന്നത് 26,000 സംതിങ്ങിന് മാത്രമാണെന്ന് കാണാൻ സാധിക്കും. പുട്ട് അവർ ബൈ ചെയ്തിരിക്കുന്നത് 2.79 ലാക്ക് ആണ്. അതായത് നല്ലൊരു ബെയറിഷ് എന്ന രീതി തന്നെയാണ് അവിടെ നിലനിർത്തി ഇൻഡെക്സ് ഓപ്ഷനിൽ കൊണ്ടുപോകാൻ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളും FISന്റെ ഭാഗത്തില്ല എന്ന് നമുക്കിവിടെ വ്യക്തമായി അല്ലേ. നേരെ ഇങ്ങോട്ട് വന്നാലോ, പ്രോസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ അവർ സെല്ല് ചെയ്തിരിക്കുന്നത് 18,000 മാത്രമാണെങ്കിൽ അത് സ്ലൈറ്റ്ലി ബെയറിഷ് ആണ്, വിട്ടുകളയാം നമുക്ക്. പുട്ട് ബൈ ചെയ്തിരിക്കുന്നത് 1.21 ലാക്കാണ്, അതും ബെയറിഷ് ആണ്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ FISന്റെയും പ്രോസിന്റെയും ഭാഗത്ത് നിന്ന് നല്ല ഒരു സെല്ലിംഗ് രീതി തന്നെയാണ് നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. ക്ലയന്റിന്റെ കേസ് എടുത്താൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കോള് സെല്ല് ചെയ്തിരിക്കുന്നത് 7,000 സംതിങ് ആണെങ്കിൽ പുട്ട് സെല്ല് ചെയ്ത് അത് ബുള്ളിഷ് ആണല്ലേ, 4 സംതിങ്ങിനാണ്, ലാക്കിനാണ് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ക്ലയന്റിന്റെ അഗൻസ്റ്റ് ആണ് മാർക്കറ്റ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ FISന്റെയും പ്രോസിന്റെയും കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റ് ആ ബെയറിഷ് രീതി കണ്ടിന്യൂ ചെയ്തു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഡേറ്റകൾ കഥ പറയുന്നത് മാർക്കറ്റിൽ ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഒന്നും സംഭവിച്ചിട്ടില്ല, പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല അല്ലേ. അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. നമുക്കിനി ഫ്യൂച്ചർ ഡേറ്റയിലേക്ക് ഒന്ന് വരാം. ഫ്യൂച്ചർ ഡേറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ FISന്റെ ആ ഒരു സെല്ലിംഗ് രീതി ഒരു അല്പം അവർ ഒന്ന് കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ആ ഒരു 18 കോടിയുടെ ഒരു ബൈയിങ് ഫ്യൂച്ചറിൽ നടന്നിരുന്നു. പക്ഷേ അതിന് മുന്നേ നോക്കൂ, 1,061 കോടിയുടെ സെല്ലിംഗ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതായത് അവർ സെല്ല് ചെയ്യുമ്പോൾ അതിഭീകരമായിട്ട് രീതിയിലാണ് അവർ ഫ്യൂച്ചറിലും സെല്ല് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൈ ചെയ്യുമ്പോൾ വളരെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ബൈയിങ്ങുമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും സെല്ലിംഗ് രീതി തന്നെയാണ് തുടരുന്നത്. നിങ്ങൾക്കത് കുറച്ചുകൂടെ ധാരണ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നോക്കൂ, FISന്റെ ഒരു സെല്ലിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഓരോ ദിവസവും അവർ ഒരേ റേഞ്ചിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടിക്കൊണ്ടുവരുന്ന രീതിയിൽ മാത്രമാണ് ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ മുന്നോട്ട് പോകുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ അതും നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോസ് നേരത്തെ കൂട്ട് തന്നെ സ്ലൈറ്റ്ലി ഒരു ബൈയിങ് രീതി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് FIS തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും അത് അത്ര സുഖകരമല്ലാത്ത രീതി തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് ഇവന്റിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഈ വരുന്ന ഫ്രൈഡേ അതായത് വെള്ളിയാഴ്ച GDP ഗ്രോത്ത് റേറ്റ് ഉണ്ട് ഇന്ത്യയുടേത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അതായത് 5.4% രണ്ടാം പാദത്തിൽ രേഖപ്പെടുത്തിയ GDP എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ
തീർച്ചയായിട്ടും ഇത് ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിൽ വെക്കാവുന്നതാണ്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ആ ഒരു മൂവ്മെന്റ് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വെള്ളിയാഴ്ച അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. പിന്നെ അല്ലാതെ വലിയ ഇവന്റുകളായിട്ടൊന്നും അടുത്ത ആഴ്ച ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഇവന്റ് നമ്മുടെ ഇന്ത്യയുടെ GDP രീതി മനസ്സിൽ വെക്കാം. പിന്നെ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ നമ്മുടെ ഹോളിഡേ ആണ്, അതായത് മഹാശിവരാത്രി പ്രമാണിച്ചുള്ള ബുധനാഴ്ചയുള്ള ഹോളിഡേ നമ്മുടെ മാർക്കറ്റിലുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. ഓർക്കുക, നമ്മുടെ മാർക്കറ്റിൽ മാത്രമാണ് ഹോളിഡേ, US മാർക്കറ്റ് ഹോളിഡേ അല്ല, അത് ട്രേഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും US മാർക്കറ്റിന്റെ ആ ഒരു ട്രേഡിങ്ങിന്റെ രീതി അനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റും എവിടെയാണെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യുന്നത്. പ്രത്യേകം ഓർക്കുക, അല്ലാതെ ലോകം മൊത്തമുള്ള ഒരു ഹോളിഡേ ഒന്നും അല്ല, നമ്മുടെ മാർക്കറ്റിൽ മാത്രം സംഭവിക്കുന്ന ഒരു ഹോളിഡേ ആണെന്ന് ആലോചിക്കുക. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഹോളിഡേയിലൊക്കെ പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം നമ്മൾ വിശദമായിട്ട് ഇങ്ങനെ പ്രൈസ് ആക്ഷൻ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ശരിയാണ്, ഒരു അല്പ സമയം എടുക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അല്പ സമയമൊക്കെ മെനക്കെട്ടേ പറ്റത്തുള്ളൂ. ഓടിച്ചിട്ട് കാണണം എന്ന രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കണ്ടിട്ട് കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ ട്രേഡ് ചെയ്യണം. പ്രധാനപ്പെട്ട സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മാർക്കറ്റിന്റെ ഒരു രീതി എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ സമാനത്തെ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ട്രേഡിംഗിൽ വിജയിക്കാൻ സാധിക്കൂ. അപ്പോൾ വരുന്ന ആഴ്ച എല്ലാവർക്കും ഒരു നല്ല ആഴ്ചയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.